ഝാർഖണ്ഡിൽ ഇന്ന് കൊട്ടിക്കലാശം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. അവസാന ലാപ്പിലെ പ്രചാരണത്തിലും വർഗീയ ധ്രുവീകരണം അഴിച്ചുവിട്ട് ബി.ജെ.പി. കൊട്ടിക്കലാശത്തിൽ ഇരു മുന്നണികളുടെയും ദേശീയ നേതാക്കൾ പങ്കെടുക്കും. അതേസമയം കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും അപകീർത്തി പ്രസംഗത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി തേടി. ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് അവസാനിക്കും. ഇതിനോടകം തന്നെ ഇരു പാർട്ടികളും പ്രചാരണ രംഗത്ത് ശക്തി തെളിയിച്ചിട്ടുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സംസ്ഥാനത്ത് രാഷ്ട്രീയ ആരോപണങ്ങളും ശക്തമാവുകയാണ്. അവസാനഘട്ട പ്രചാരണത്തിൽ ദേശീയ നേതാക്കളെ രംഗത്തിറക്കി പ്രചാരണ രംഗം മുന്നണികൾ കൊഴുപ്പിച്ചു. അവസാന ലാപ്പിലും വർഗീയ പ്രചാരണമാണ് ബി.ജെ.പി. കൈക്കൊണ്ടത്. ജാർഖണ്ഡിൽ JMM നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാർക്ക് മദ്രസകളിൽ അഭയം നൽകുന്നെന്ന പരാമർശവുമായി ബി.ജെ.പി. അധ്യക്ഷൻ JP നദ്ദ രംഗത്തെത്തി. നുഴഞ്ഞുകയറ്റക്കാർക്ക് വോട്ടർ ID, ഗ്യാസ് കണക്ഷൻ, ഭൂമി, റേഷൻ എന്നിവ JMM ഉറപ്പാക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു. ജാർഖണ്ഡിൽ 38 മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ, ബി.ജെ.പി. അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി എന്നിവരടക്കമുള്ളവരാണ് മത്സരരംഗത്തുള്ളത്. അവസാനഘട്ടത്തിൽ വർഗീയ പ്രചാരണത്തിലൂടെ ബി.ജെ.പി. വോട്ട് നേടാൻ ശ്രമിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതേസമയം ഗോത്രമേഖലയിലെ വോട്ടുകൾ JMM കോൺഗ്രസ് സഖ്യത്തിന് ലഭിച്ചാൽ അധികാരം പിടിക്കാനാകുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ. കൈരളി ന്യൂസ്, ദില്ലി.